ഞാൻ ആദ്യം ശ്രീ സുദീപിലേക്ക് പോവുകയാണ്. അതായത് ഒരു ഗായകൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. കാരണം അവരുടെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അൽക്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. സുദീപിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മെഡിക്കൽ വശം മാറ്റിവെച്ചാൽ സുദീപ്, ഈ പെട്ടെന്നുണ്ടായ, അതായത് നമ്മളെല്ലാം ഒരുപാട് ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, എന്നും നമ്മൾ അൽക്കയുടെ പാട്ടുകൾ കേട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗായികയ്ക്ക് ഇത്തരത്തിൽ പെട്ടെന്നൊരു ദുരന്തം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ ഒരുപാട് ഞെട്ടിക്കുന്നുണ്ട്. ഒരു ഗായകൻ എന്നുള്ള നിലയിൽ, ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന, ഇതേ സാഹചര്യങ്ങളിൽ കൂടി തന്നെ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്താണ് സുദീപിന് ഈ വിഷയത്തിൽ തോന്നുന്നത്, പറയാനുള്ളത്? പാട്ട് പാടുന്നത് തൊണ്ട കൊണ്ടാണെന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ ഒരു പാട്ടുകാരന് പാട്ടുകാരിക്ക് പാട്ട് പാടാൻ തൊണ്ട മാത്രം പോരാ എന്നുള്ള കാര്യം അതുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നവർക്കെല്ലാം മനസ്സിലാക്കുന്നവർക്ക് അറിയാം. അതെ. ഇപ്പൊ ഒരു ഗായികയെ സംബന്ധിച്ച് അവരുടെ കേൾവി ശക്തി എന്ന് പറയുന്നത്, നമ്മൾ ജഡ്ജ്മെന്റ് എപ്പോഴും കേൾവിയിലൂടെയാണല്ലോ. ഒരു പാട്ട് നമ്മൾ കേട്ടല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അത് കേട്ടിട്ടാണ് അത് എങ്ങനെ പാടണമെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത്. അതുപോലെ നമ്മൾ പാടുന്നത് തന്നെ നമ്മൾ കേൾക്കണം, എന്നാലേ അതിനകത്തുള്ള കുഴപ്പങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ചെവിയും നമ്മുടെ ശബ്ദവും തമ്മിൽ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ഒരു മ്യൂസീഷ്യൻ. അപ്പൊ മറ്റേ സാധാരണ ഒരാളെക്കാൾ കൂടുതലായിട്ട് എപ്പോഴും മ്യൂസീഷ്യൻസിന് ഈ ഒരു ബാലൻസ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അൽക്കാജിയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ആയിരക്കണക്കിന് പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ അത്രയും വലിയൊരു പാട്ടുകാരിക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ സങ്കടമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അതിനെന്താണ് മെഡിക്കൽ സയൻസിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ എത്രയും പെട്ടെന്ന് ഒരു ഫലപ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം എന്നുള്ളതല്ലാതെ വേറൊന്നും ഈ അവസരത്തിൽ പറയാനില്ല. പിന്നെ പറഞ്ഞാൽ അൽക്കാജി പറഞ്ഞ പോലെ തന്നെ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ അമിതമായാൽ ഹെഡ്ഫോണും കുഴപ്പമാണ്. ഹെഡ്ഫോൺ എന്നല്ല, എല്ലാ കാര്യവും, ഏത് കാര്യവും അമിതമായി കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോ ഗായകരായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇത് വളരെ അധികം ഉപയോഗിക്കുന്നവരാണ്. ഹെഡ്ഫോൺ സാധാരണ ആളുകൾ എല്ലാവരും പാട്ട് കേൾക്കാനാണ് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും തന്നെ പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് എല്ലാവരും തന്നെ ഒരു ദിവസം ചിലപ്പോൾ 10-12 മണിക്കൂർ വരെയും ഹെഡ്ഫോൺ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ. അപ്പൊ 3-4 പാട്ടുകളൊക്കെ ഒരു ദിവസം പാടാനുണ്ടെങ്കിൽ 10 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഹെഡ്ഫോൺ ഉപയോഗിക്കേണ്ടി വരും. അതുകൂടാതെ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ്ഫോൺസ് ഉപയോഗിക്കും. ഇതെല്ലാം നമ്മുടെ കേൾവി ശക്തിയെ ബാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ വോളിയം കൺട്രോൾ ചെയ്തും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചൊക്കെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അൽക്കാജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഏറ്റവും നിലവാരമുള്ള സൗണ്ട് എക്യുപ്മെന്റ്സ് തന്നെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരുപക്ഷെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് അത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.